2011 അവസാനത്തെ സെൻസസ് നടക്കണേ. ആ സമയത്തെ കണക്ക് പ്രകാരം ഏകദേശം 2.36% ഭിന്നശേഷിക്കാരാ. അത് ഞാൻ പറയുമ്പോ അതിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഞാൻ 2014 ഭിന്നശേഷിയുടെ കണക്കില് പെടണേ. അപ്പൊ ആ പറയുന്ന കണക്കിൽ നമ്മള് പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ പെടാത്ത എത്രയോ ആളുകളുണ്ടാവും. ഇതിന് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഒരു ഭിന്നശേഷിക്കാരൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ഇവരൊന്നും ജനിക്കുമ്പോ ഈ പട്ടികയിൽ ഇടം പിടിക്കുന്ന ആളുകളല്ല. ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റപ്പെട്ട ആളാണെങ്കിൽ നാച്ചുറലി അതിലാണ് വരുന്നത്, അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ അതിലാണ് വരുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. അറിയപ്പെടാത്ത ആളുകളുടെ കണക്ക് ഇഷ്ടം പോലെ ഇപ്പൊ ഒരു വാർഡില് ഏകദേശം ഒരു 15 തൊട്ട് 30 വരെ ഭിന്നശേഷിക്കാരായ ആളുകൾ ഈ പട്ടികയിലുള്ള ആളുകളുണ്ട്. ഇടം പിടിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇടം പിടിക്കാത്ത ആളുകൾ ചിലപ്പോ അതിലും കൂടുതലുണ്ട്. ഞാൻ ഏറ്റവും അടിത്തട്ടിലെ കണക്കാണ് പറയണത്. ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ കണക്കാ പറയണത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും 2.3 എന്നുള്ള പെർസെന്റേജിലല്ല. 2027 അടുത്ത് സർവേ അടക്കാൻ പോവാ. അപ്പൊ എന്തൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 ഭിന്നശേഷിക്കാരായ രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഇല്ല. നമ്മള് വിശർക്കും. നമ്മളിപ്പോ ഞാൻ ഈ മേഖലയിൽ പഠിക്കുന്ന ആളാ, ഞാൻ വിശർക്കും പറയാനായിട്ട്. ഇപ്പൊ ആലോചിക്കുമ്പോ ഒരു EMS അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു പി ബിജുവോ അങ്ങനെ പറയപ്പെടുന്ന കുറച്ച് ആളുകൾക്കപ്പുറം എന്തുകൊണ്ട് ഇത്തരം നേതാക്കൾ ഉയർന്നു വരുന്നില്ല എന്നുള്ള വലിയ ചോദ്യ, വലിയ പ്രശ്നമാണ്.